മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ നിന്ന് ഇത് ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ കാണുന്നുണ്ട്. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. വിശുദ്ധരിലൂടെ എന്ന് പറയുന്ന പുതിയ ഒരു സംഭവത്തിലേക്ക് നമ്മൾ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. കേരളത്തിൻ്റെ ഒരു സൂര്യപ്രഭയായിരുന്നു വിശുദ്ധനായ ചാവറയച്ചൻ. ഭാരതം കണ്ട ഈ ആത്മീയ ആചാര്യൻ, ആത്മീയ ഗുരുനാഥൻ ഇന്നും നമ്മുടെ ഇടയിലൂടെ, കുടുംബങ്ങളിലൂടെ നടന്നു നീങ്ങുന്നുണ്ട്. കർത്താവിൻ്റെ വചനം തരുന്നു. 1 പത്രോസ് 4-ാം അധ്യായം 10-ാം വാക്യം, ഓരോരുത്തരും തനിക്ക് കിട്ടിയ ദാനത്തെ ദൈവത്തിൻ്റെ വിവിധ ദാനങ്ങളുടെ ഉത്തമനായ കാര്യസ്ഥൻ എന്ന നിലയിൽ മറ്റെല്ലാവർക്കും വേണ്ടി ഉപയോഗിക്കട്ടെ. മകളെ, ഒരു കാലഘട്ടത്തിൻ്റെ ആത്മീയ ശബ്ദവും പ്രവാചക ശബ്ദവുമായിരുന്നു വിശുദ്ധനായ ചാവറയച്ചൻ. യേശുവിൻ്റെ ഉത്തമനായ ഒരു കാര്യസ്ഥനും വിശ്വസ്തനായിരിക്കുന്ന ഒരു പടയാളിയുമാണ് വിശുദ്ധ ചാവറ പിതാവ്. 1805 കൈനഗിരിയിലെ ചാവറ കുടുംബത്തിൽ ജനിച്ചു. 1871 വയസ്സിൽ 66 വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് പറന്നുയർന്നു. ദൈവ തിരുമനസ് അതുമാത്രം, അത് മുഴുവനും ജീവിതമാക്കിയ ഒരു മഹാവിശുദ്ധനെയാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. പല എതിർപ്പുകളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് 1831 മാന്നാനംകുന്നിൽ ആദ്യത്തെ സന്യാസ ആശ്രമത്തിന് രൂപം നൽകി. പള്ളിക്കൊപ്പം പള്ളിക്കൂടം എന്ന ഒരു വലിയ വിദ്യാഭ്യാസ വിപ്ലവം ചാവറയച്ചനിലൂടെ സംഭവിച്ചു. അച്ചടി പ്രസ്ഥാനങ്ങൾക്ക് രൂപം കൊടുത്തു. ക്ലാസ്സിൽ താഴ്ന്ന ജാതിക്കാരെയും ഉയർന്ന ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി പഠിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. ആരാധനാക്രമങ്ങൾ പരിഷ്കരിച്ചു. ധ്യാന പ്രസംഗങ്ങൾ ആരംഭിച്ചു. 40 മണിക്കൂർ ആരാധനയ്ക്ക് രൂപം കൊടുത്തു. CMI, CMC എന്നീ 2 സന്യാസ സമൂഹങ്ങൾക്ക് രൂപഭാവം നൽകി. കുടുംബങ്ങൾക്ക് നല്ലയപ്പൻ്റെ ചാവരുകൾ എന്ന് പറയുന്ന പുസ്തകവും ക്രമച്ചട്ടവും സമ്മാനിച്ചു. മകളെ, ജീവിതകാലം മുഴുവൻ ദൈവത്തിനും ദൈവജനത്തിനു വേണ്ടി അധ്വാനിച്ചു. 1871 ജനുവരി 3-ാം തീയതി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പറന്നുയർന്നു. 2015 വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മുടെ കുടുംബങ്ങളിലും സുഹൃതം നിറഞ്ഞ ജീവിതങ്ങൾ ഉണ്ടാകട്ടെ. മാതാപിതാക്കൾക്കും അധികാരികൾക്കും വിധേയപ്പെടുന്ന അനുസരണശീലമുള്ള പുത്തൻ തലമുറ ഉയർത്തെഴുന്നേൽക്കട്ടെ. മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് ചാവറയച്ചൻ പറഞ്ഞു, മാമോദീസായിൽ ലഭിച്ച പ്രസാദവരം നഷ്ടമാക്കാൻ ഒരിക്കലും എനിക്കിടയായിട്ടില്ല. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.